നമ്മുടെ പരിസരവും അതുപോലെ കാത്തുസൂക്ഷിക്കാൻ സാധിക്കണം. പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് ദുഃഖസത്യം. പ്രത്യേകിച്ച് നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ കാണുന്ന മാലിന്യ കൂമ്പാരങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കും നമ്മൾ സ്വയം ആലോചിക്കണം. അതുകൊണ്ട് ഓരോ കുടുംബവും ഓരോ വ്യക്തിയും ശുചിത്വം പാലിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് പിരിയണം എന്ന് മാത്രമല്ല, എനിക്കൊന്ന് ഫ്രം ദ ബിഗിനിങ് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ LP UP ക്ലാസ്സുകളിൽ ഇതിൻ്റെ ഒരു അവയർനെസ് ക്യാമ്പയിൻ ആരംഭിക്കണം എന്നാണ് എനിക്ക് ഉദ്ദേശിക്കാറുള്ളത്. നമ്മുടെ സിലബസിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉണ്ടാകണം. കാരണം കുട്ടികളിലൂടെ പഠിച്ച് വലുതാകുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിക്കണം. അത്തരം ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വൈകിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പ്രസംഗം കേൾക്കാനാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു മന്ത്രി എന്ന നിലക്ക് കേരളത്തിൻ്റെ വികസനത്തിനും കേരളത്തിൻ്റെ വളർച്ചയ്ക്കും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ സംഭാവന കഴിയട്ടെ എന്നാണ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. ആശംസിക്കാനുള്ളത് തീർച്ചയായും അദ്ദേഹത്തിന് നല്ല 2 വകുപ്പുകളാണ്. ഒന്ന് ടൂറിസമാണ്. ടൂറിസത്തിന് കേരളത്തിൽ അനന്തമായ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതൊക്കെ അദ്ദേഹം ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. ചെയ്യാൻ കഴിവും പ്രാപ്തിയുമുള്ള മന്ത്രി കൂടിയാണ്. അതിന് ദൈവം അദ്ദേഹത്തെ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ആദരണീയനായ മന്ത്രി സുരേഷ് ഗോപി അവരെ ക്ഷണിക്കുന്നു. എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.